2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. അവധിക്കാലത്ത് ഹസ്രചിത്രം ഒരുക്കി ശ്രദ്ധ നേടി 14 വയസ്സുകാരി ശ്രീനന്ദനാഥ്. ആദ്യ പ്രദർശനം കൊച്ചിയിൽ നടന്നു. അവധിക്കാലത്തെ സൃഷ്ടിപരമായ ഇടപെടലിലൂടെ ശ്രദ്ധേയായിരിക്കുകയാണ് 14 വയസ്സുകാരി ശ്രീനന്ദനാഥ്. സ്വന്തം അനുഭവങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയ ഹസ്രചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കൊച്ചിയിൽ നടന്നു. റോ എ മില്യൺ വ്യൂ സ്റ്റോറി എന്ന പേരിലുള്ള ചിത്രമാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. സോഷ്യൽ മീഡിയയിൽ വൈറലാകാനുള്ള ശ്രമങ്ങൾക്കപ്പുറം സ്വന്തം ജീവിതാനുഭവങ്ങൾ കൂടി ചേർത്താണ് ചിത്രം ഒരുക്കിയതെന്ന് ശ്രീനന്ദ പറഞ്ഞു. സഹോദരിയുടെ പ്രചോദനമാണ് സിനിമാ രംഗത്തേക്ക് എത്താൻ തനിക്ക് കരുത്തായതെന്നും ശ്രീനന്ദ വ്യക്തമാക്കി. എൻ്റെ ചേച്ചി എനിക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ്. പിന്നീട് ഞാൻ ആദ്യം ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ ചെറുതായിട്ട് ഫോണിലൊക്കെ തന്നെ ഷൂട്ട് ചെയ്ത് ഞാൻ തന്നെ കഥ എഴുതി, സ്ക്രിപ്റ്റ് എഴുതി. ഫസ്റ്റ് അത് ചെയ്തു, ജസ്റ്റ് ഫോണിലൊക്കെ ഷൂട്ട് ചെയ്ത് വളരെ ചെറുതായിട്ട് ഒരെണ്ണം ചെയ്ത് അത് യൂട്യൂബിലിട്ടു. പിന്നീടാണ് ഇങ്ങനൊരു പ്രൊജക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം വന്നത്. അങ്ങനെ എനിക്കുണ്ടായ ഫീലിങ്സ് വെച്ചൊരു സ്റ്റോറി ചെയ്തതാണ്. മെയിനായിട്ട് ചേച്ചിയാണ് മെയിൻ ഇൻസ്പിറേഷൻ. ചേച്ചി ഈ ഒരു ഫീൽഡിലുള്ളതാണ്. സോ ചേച്ചിയും ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ചേച്ചിയാണ് ഇൻസ്പിറേഷൻ. ഇത് സ്വന്തം കഥയായിട്ട് തന്നെ. അടുത്തായിട്ട് സ്റ്റോറി ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ട്. അത് എഴുതണം, ചെയ്യണം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെറിയ വീഡിയോകൾ തയ്യാറാക്കി യൂട്യൂബിൽ പങ്കുവച്ചതാണ് പിന്നീട് ഒരു ഹസ്രചിത്രം ചെയ്യണമെന്ന ആഗ്രഹത്തിലേക്ക് നയിച്ചതെന്നും ശ്രീനന്ദ പറഞ്ഞു. സ്റ്റോറി തയ്യാറാക്കുന്നതിൽ നിന്നും സംവിധാനത്തിലേക്കും എല്ലാ ഘട്ടങ്ങളിലും സ്വന്തം പങ്കാളിത്തമാണ് ശ്രീനന്ദയ്ക്കുള്ളത്. ഒരു വെക്കേഷൻ ടൈമിലാണ് ഞാൻ അവരുടെ വീട്ടിൽ നിൽക്കാൻ പോകുന്നത്. അപ്പോൾ ആ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ടൈം പാസ് വേണമല്ലോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വന്നപ്പോഴാണ് അനിയത്തിയെ കൊണ്ട് വീഡിയോ എടുക്കണം, അവർക്ക് വൈറലാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോ ഐഡിയാസ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കളയാം. പ്ലാൻ ചെയ്തത് 30 സെക്കൻഡിൻ്റെ വീഡിയോ ആണെങ്കിലും അത് വന്നത് ഈ ഒരു വലിയ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ആയിട്ടാണ് മാറിയത്. അപ്പോൾ അവളുടെ ഉള്ളിൽ ടാലന്റ് ഉണ്ട്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണയും ഈ സംരംഭത്തിന് പിന്നിലുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഒരു 2-3 വർഷം മുൻപ് തന്നെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇല്ല, അവൾക്ക് നല്ല സ്വപ്നങ്ങളുണ്ട്, നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തു. പണ്ട് ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരി ചെറിയ ചെറിയ വീഡിയോസ് ഷൂട്ട് ചെയ്യുമായിരുന്നു. അത് പിന്നീട് അത് ഒരുമിച്ച് മോള് തന്നെ അത് എഡിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ അന്നൊന്നും ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. ശരിക്കും ഈ ഇളയാൾ വന്നതിന് ശേഷം അവളുടെ ആ ഒരു ഫ്രസ്ട്രേഷൻസൊക്കെ ശരിക്കും പറഞ്ഞാൽ അവൾ ഇതിനകത്തൂടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഇത്രയും വലിയൊരു സ്ക്രീനിൽ ഒരു ഷോർട്ട് ഫിലിം വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കുറേയും കൂടെ അവൾ കുറച്ചുകൂടെ കഴിവുണ്ട് എനിക്ക് തന്നെ തോന്നി തുടങ്ങി. തീർച്ചയായും കുട്ടികളൊരാഗ്രഹം പറഞ്ഞപ്പോൾ അത് സാധിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഞാൻ ഇവരുടെ ഒരു ഫാമിലി സുഹൃത്താണ്. അങ്ങനെയാണ്. പിന്നെ സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം, ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പം ഇന്ന് ഭയങ്കരമായി മനസ്സ് സന്തോഷമായിരിക്കുന്ന ഒരു ദിവസമാണ്. കാര്യം നന്നായിട്ടത് വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ സന്തോഷം. ഇനി മുന്നോട്ടും ഇതുപോലെ ദൈവം അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളുടെ കഴിവിനത്ത് നിൽക്കാനായിട്ട്. അടുത്തതായി മറ്റൊരു കഥ മനസ്സിലുണ്ടെന്നും അതും ഉടൻ ഒരുക്കാനാണ് ലക്ഷ്യമെന്നും ശ്രീനന്ദ അറിയിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം ചിന്തകളും അനുഭവങ്ങളും ദൃശ്യഭാഷയിലൂടെ അവതരിപ്പിച്ച ശ്രീനന്ദയുടെ ശ്രമം സിനിമാ പ്രേമികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.